സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ടീച്ചറിന്റെ അംഗനവാടിയിലുണ്ടല്ലോ ഇന്നൊരു പരിപാടി ഉണ്ട്, ഒരു ന്യൂട്രീഷൻ എക്സിബിഷൻ ഉണ്ട്. എന്തോ അവരുടെ ഗവൺമെന്റിന്റെ സ്കീമിന്റെ ഭാഗമായിട്ട് ഒരു ന്യൂട്രീഷൻ ഫെസ്റ്റോ എങ്ങനെ സംഘടിപ്പിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ അമ്മമാരും എന്തെങ്കിലുമൊക്കെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് ഉച്ചക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്തായാലും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് എന്താ ഉണ്ടാക്കണ്ടേന്ന്. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ ബാക്കിയുള്ളവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഒരു ന്യൂട്രീഷൻ ബോളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതാ അണ്ടിപ്പരിപ്പ് ഉണ്ട്, ബദാം ഉണ്ട്, പിസ്ത ഉണ്ട്, അതുപോലെ തന്നെ വാൾനട്ടും ഇത്രയും നട്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഈത്തപ്പഴം ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പീനട്ട് ഉണ്ടല്ലോ, എന്താന്ന് നിലക്കടല, അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. അതെന്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് അത് എടുക്കാൻ. അപ്പൊ ആദ്യം തന്നെ ഈത്തപ്പഴത്തിന്റെ കുരുവെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ 4 ഐറ്റംസും ഡേറ്റ്സും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ സീഡ്സ് ഒക്കെ ഉണ്ടാവൂലേ, അതും വേണമെങ്കിൽ എടുക്കാം. എന്തൊക്കെയാണെന്നുള്ളത് അതെല്ലാം എടുക്കാൻ പറ്റുന്നു കേട്ടോ. അപ്പോൾ കുരു എല്ലാം കളഞ്ഞിട്ട് ഈത്തപ്പഴം എല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്നിനി അടിച്ചെടുക്കണം. നമ്മളിങ്ങനെ പൾസ് ചെയ്ത് എടുക്കില്ലേ, അങ്ങനെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇങ്ങനെ മൊത്തം അരഞ്ഞ് കിട്ടുന്നതിനേക്കാളും നമ്മളിങ്ങനെ മിക്സിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പൾസ് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതാ നല്ലോണം അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈത്തപ്പഴം എല്ലാം കൂടെ തന്നെ. അപ്പോൾ നമ്മൾ എത്ര നട്ട്സ് എടുക്കുന്നുണ്ടോ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അതൊന്ന് ബോളാക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റിയിൽ ഈത്തപ്പഴം എടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് നട്ട്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ പൾസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പം നല്ലോണം പൊടിഞ്ഞ് കുഞ്ഞു തരി പോലെ മതി, നല്ലോണം ഇങ്ങനെ പൗഡർ പോലെ ആവണമെന്നില്ല. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലോണം അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാ നട്ട്സും കൂടെ. ഇനി ഒന്നുമില്ല, ഇതെല്ലാം കൂടെ ഒരു ബോൾസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രി ബോൾ റെഡി ആയിട്ടുണ്ട്. രണ്ട് കൈൻ്റെയും കൈപ്പത്തിയിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്താൽ നല്ല ബോളായിട്ട് കിട്ടും കേട്ടോ. നല്ല ഷേപ്പിൽ പെട്ടെന്ന് തന്നെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രി ബോൾ റെഡി ആയിട്ടുണ്ട്. ഒരു നേരത്തേക്ക് കഴിക്കാൻ ആ പാകത്തിലുള്ള കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. നമ്മുടെ അംഗൻവാടിയിൽ ഇന്ന് സാധാരണ ഒരു 12-13 കുട്ടികളെല്ലാം ഉണ്ട്, പക്ഷെ 7-8 പിള്ളേരെല്ലാം ഇപ്പോൾ വരുത്തുള്ളൂ. അപ്പോൾ ഒരു 7 പിള്ളേരേ ഉള്ളൂ. അതിന് കണക്കായിട്ട് ഒരു 10-12 ബോൾസോളം ഉണ്ടാവും ഇത്. അങ്ങനെ ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുട്ടി ബോൾസ് ആക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഓരോ ദിവസം എടുത്തിട്ട് കുഞ്ഞുമക്കൾക്ക് കൊടുത്താൽ മതി. കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത്, ഞാൻ കണ്ടുപിടിച്ച ഒരു ഐറ്റം ഒന്നല്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ഒരു ജ്യൂസാണ്, ABC ജ്യൂസ്. A ഫോർ ആപ്പിൾ, B ഫോർ ബീട്രൂട്ട് ആൻഡ് C ഫോർ ക്യാരറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലെമണും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജ്യൂസാണ് സെക്കൻഡ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞ് നിൽക്കാൻ സമയമില്ല കേട്ടോ, സമയം ഏകദേശം ഉച്ചയാവാനായിട്ടുണ്ടാവും. ഞാൻ വേഗം ചെയ്ത് പോകുമെന്ന്. അപ്പോൾ ആപ്പിളൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും 3ഉം ഒരേ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് മുറിക്കുന്ന സമയം കൊണ്ട് അമ്മ അവിടെ ക്യാരറ്റ് അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇതെന്തിനാണെന്നുള്ളത് ഞാൻ പറയാം, ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എല്ലാം ഇതാ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ലെമണും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജ്യൂസറിലേക്ക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഹാഫ് ലെമണും കൂടെ സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ അതിനകത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുമക്കൾക്കൊക്കെ പ്രതിരോധത്തിനൊക്കെ നല്ലതാണ് ഈ മഞ്ഞപ്പൊടി എന്ന് പറയുന്നത്. അപ്പം ഇതിലെല്ലാം ആകുമ്പോൾ തന്നെ ഫുള്ള് ന്യൂട്രീഷൻ ഐറ്റംസ് മാത്രമാണുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം അടിച്ചെടുത്താൽ മതി. അടിച്ചിട്ട് ഡയറക്റ്റായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം. പക്ഷേ കുഞ്ഞുമക്കൊക്കെ ആകുമ്പോൾ കുഞ്ഞ് തരിതരിപ്പുണ്ടെങ്കിൽ അവർ കുടിക്കൂലല്ല. അതുകൊണ്ട് നല്ല അരിപ്പയിലൊന്ന് അരിച്ചെടുത്ത് കൊടുത്താലായിരിക്കും അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമാവുക. നമ്മുടെ ന്യൂട്രീഷൻ വാല്യൂ കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല, കുറച്ച് ഹണിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ആവശ്യത്തിന് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഇല്ലാണ്ട് കുടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്, തീരെ മധുരം ഇല്ലാണ്ട്. പക്ഷേ കുഞ്ഞുമക്കൾ കുടിക്കണമെങ്കിൽ എന്തായാലും കുറച്ച് മധുരം വേണം. അതിന് വേണ്ടിയിട്ടാണ് തേൻ ആഡ് ചെയ്തത് കേട്ടോ. അതിന് കണക്കായിട്ട് ഒരു ലൈറ്റ് മധുരം കിട്ടുന്ന രീതിക്കുള്ള തേൻ മാത്രമാണ് ആഡ് ചെയ്തത്. ഇത് നല്ലോണം അടിച്ചെടുക്കുക. അങ്ങനെ നല്ലോണം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം അരിച്ച് വേസ്റ്റ് കളയേണ്ടി വരില്ല. അപ്പോൾ ഇതാ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ട പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ 2 ഐറ്റം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തേർഡ് ഐറ്റം എന്ന് പറയുന്നത് ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ. അതിന് തീരെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ചടപടാ ചെയ്യേണ്ടി വന്നു. കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിക്കാൻ നിന്നു. അപ്പോഴേക്കന്നെ 2 മണിയാവാനായി. 2:30 നമുക്ക് പോകണമല്ലോ. ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഇത് അമ്മ ഇങ്ങനെ ആക്കി തന്നുകൊണ്ട് എളുപ്പമായി. പിന്നെ വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഈ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കുറച്ചിങ്ങനെ വെന്ത പോലെ ആയി കിട്ടണം. നെയ്യാണ് കേട്ടോ ഇത് നല്ലോണം വേണ്ടത്. എത്രത്തോളം നെയ്യ് കിട്ടുന്നു അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും ഇത്. അപ്പോൾ ക്യാരറ്റൊക്കെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കറിയിലൊന്നും കഴിക്കാത്ത കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ക്യാരറ്റ് നല്ലതും ആണല്ലോ പിള്ളേർക്ക് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട്
നല്ലൊരു ഐറ്റമാണ് ഇത്. ഞാൻ നിച്ചുട്ടിക്ക് ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നിച്ചുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇനി കൊണ്ടുപോയാൽ നിച്ചു ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വിടൂല, എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. നിച്ചുന് അത്ര ഇഷ്ടമാണ്. അപ്പം നെയ്യിൽ നല്ലോണം ഇത് വഴറ്റി എടുക്കുന്നുണ്ട്. കുറച്ച് നേരം മൂടിയിട്ട് വേവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിക്കുക. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് മധുരം ആഡ് ചെയ്യണം. മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. സാധാരണ ക്യാരറ്റ് ഹൽവക്ക് നല്ല മധുരം ഉണ്ടാവലുണ്ട്, പക്ഷെ ഞാൻ അധികം ഇടയില്ല. നിച്ചുന് അധികം മധുരം അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് മാത്രം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽട്ടായിട്ട് കിട്ടിക്കോളുമല്ലോ. അപ്പോൾ അതും ഒന്ന് മെൽട്ടായിട്ടുണ്ട്. അതിനുശേഷം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ അത്രയും മതിയാവുമല്ലോ. അപ്പോൾ അത് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ പാലിൽ ഇനി ഈ ക്യാരറ്റ് ഒന്ന് വേവണം. ക്യാരറ്റും പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ഈ പാലിൽ ഒന്ന് വെന്ത് വരണം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഈ പാലെല്ലാം വറ്റിയിട്ട് നല്ല ടൈറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി. അങ്ങനെ നമ്മൾ 3 സാധനങ്ങളും സെറ്റായിട്ടുണ്ട്. ന്യൂട്രി ബോളും ഉണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് ഹൽവയും ഉണ്ട്, ജ്യൂസും ഉണ്ട്. എല്ലാം സെപ്പറേറ്റ് പാത്രങ്ങളിലേക്ക് ആക്കിയിട്ടുണ്ട്. കൊണ്ടുപോകാൻ പാകത്തിലുള്ള പാത്രങ്ങളിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഡിസ്പ്ലേക്ക് ഇങ്ങനെ വെക്കും വേണം. അപ്പോൾ ക്യാരറ്റ് ഹൽവയും ന്യൂട്രി ബോളും ഞാൻ അങ്ങനത്തെ പാത്രത്തിൽ തന്നെ വെച്ചു. എന്നാൽ അടപ്പ് അടന്ന് തുറന്നിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കി അങ്ങനെ വെക്കാമല്ല. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചോറ്റ് പാത്രത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കി. ജ്യൂസ് മാത്രം നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു തൂക്കുപാത്രത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അവിടുന്ന് നമുക്കൊരു ഗ്ലാസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 3 സാധനങ്ങളും ഇതാ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി വേഗം പോട്ടെ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് അങ്കൻവാടിയിലെത്തി എല്ലാവരോടും വർത്താനം പറഞ്ഞ് എല്ലാവരും ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ 3 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാരും അമൃതം പൊടി കൊണ്ടുള്ള സാധനങ്ങളാണ് കേട്ടോ കുറേ ആക്കിയിട്ടുള്ള. അമൃതം പൊടി കൊണ്ടുള്ള പുട്ട്, അട, കേക്ക് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ആക്കിയിട്ടുണ്ടായിനി. എല്ലാവരും ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റും ഉണ്ടായിന് കേട്ടോ. മുരിങ്ങയില തോരൻ ഉണ്ടായിനി, അമൃതം പൊടി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടായിനി, അമൃതം പൊടി ഉണ്ട, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആക്കിയിട്ടുണ്ടായിനി. അപ്പം നമ്മുടെ പഴയ മെമ്പറും അവരൊക്കെ ഉണ്ടായിരുന്നു ടേസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ടീച്ചറും ആൻറ്റിയും എല്ലാവരും കൂടെ ടേസ്റ്റൊക്കെ ചെയ്തു. ഒരു കുഞ്ഞ് സമ്മാനമൊക്കെ ടീച്ചർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫസ്റ്റും സെക്കൻഡ് ഗിഫ്റ്റൊക്കെ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഏതാ ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്യാമെന്ന്. സമ്മാനം കിട്ടുക എന്നുള്ളതല്ല, നമ്മളെല്ലാവരും കൂടെ കുഞ്ഞുമക്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ടേസ്റ്റിനെക്കാളും നമ്മളെ ഫുഡേക്ക് കൊടുക്കുന്നത് പോഷകാഹാരം തന്നെയാണ്. അതിൻ്റെ പൊടി, പിന്നെ മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ള അതെല്ലാം വെള്ളം നെയ്യ്, അതാണ് ഇതിലുള്ളത്. അങ്ങനെ റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ട്. ഫസ്റ്റ് പ്രൈസ് അമൃതം പൊടിൻ്റെ കേക്ക് എങ്ങനെ ആക്കിയ കുട്ടിക്കാണ് കിട്ടിയത്. അപ്പോൾ സെക്കൻഡ് പ്രൈസിൻ്റെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിച്ചുട്ടിയും കൂടെ സമ്മാനമെല്ലാം വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി നിച്ചുട്ടീനെയും കൂട്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. സമ്മാനം മേടിക്കുന്ന കണ്ടില്ലേ, ഒരു ബൗളാണ് കേട്ടോ കിട്ടിയ. ഒരു ഗ്ലാസ് ബൗളാണ് കിട്ടിയിട്ടുണ്ടായേ. സമ്മാനം എന്നുള്ളതല്ല, സമ്മാനം കിട്ടുകയെന്നുള്ളതും അല്ല. അപ്പോൾ എല്ലാവരും നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ടായിനി. എല്ലാവർക്കും നല്ല വെറൈറ്റി ഉണ്ടായിനി. എല്ലാത്തിനും സമ്മാനം കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു 2 ആളെ സെലക്ട് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും പരിപാടിയെല്ലാം അടിപൊളിയായി. നിച്ചുട്ടി ഹാപ്പിയായി. നിച്ചുട്ടി അമ്മ ഉണ്ടാക്കിയത്തെ കൊണ്ടുവന്നതിൽ ഇഷ്ടായിനാ? സമ്മാനം കിട്ടിയേട്ടാ? ഉണ്ടപ്പൊരിയാന്നോ? ഒന്നും സഹായിച്ചില്ല. ലാസ്റ്റ് പാത്രത്തിലാക്കി തന്നെ സഹായിച്ചു. എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ സമയം ഉണ്ടായിട്ടില്ല. ഞാൻ ഡ്രസ്സ് മാറ്റുമ്പോൾ എല്ലാം പാത്രത്തിലാക്കി തന്നു, അങ്ങനെ സഹായിച്ചിന്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഉള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട്. അപ്പൊ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.